നമ്മുടെ കഴിവുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയും? ഓക്കെ. നമ്മുടെ പൊട്ടൻഷ്യലി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം, ഒന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇതാണ് എൻ്റെ കഴിവ് എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും പറയാം, എടോ നിനക്ക് ഇതിന് കഴിവുണ്ടെന്ന് പറയും, എനിക്ക് ഇത് ചെയ്തൂടെ, ഇത് നീ ചെയ്യുമ്പോൾ നല്ല ഇതുണ്ടല്ലോ. നമ്പർ 2. നമ്പർ 3, നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മളെ പാരൻസ് ആയിരിക്കാം, നമ്മളെ സിബ്ലിങ്സ് ആയിരിക്കാം. 4ാമത്തെ ടീച്ചേഴ്സ്, 5ാമത്തെ കോച്ചസ്. മനസ്സിലാവുണ്ടോ? ഇവരാണ് നിങ്ങളോട് പറയുക ഇത് ചെയ്താൽ നന്നാവുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഞാൻ ഇവിടെ ഫസ്റ്റിൽ ഞാൻ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പം ഞാനൊരു പ്രത്യേക ട്രെയിനിങ് നടത്തിയിരുന്നത്. പക്ഷേ ആ ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് ആരോ പറഞ്ഞു, സിൻസേ വൈ ഡോണ്ട് യു ഡു പ്രസൻറ്റേഷൻ സ്കിൽസ് എന്തുകൊണ്ട് എടുത്തുവിടുക? ഞാൻ പറഞ്ഞു ഓക്കെ. അത് ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത്. അപ്പോൾ അത് എടുത്തപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഒരുപാട് സ്റ്റുഡൻസ് കൂടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് അതിൽ കഴിവുണ്ടെന്നുള്ളത്. യോ വിത്ത് മീ. ആരോ എന്നോട് പറഞ്ഞു, എനിക്കത് തിരിച്ചറിയാൻ എനിക്ക് തന്നെ പറ്റിയില്ല, പക്ഷെ വേറെ ആരോ പറഞ്ഞു. അതേപോലത്തെ ഒരു സംഭവമാണ് ഇപ്പം ഞാൻ പല പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പ് അറിയാതെ മലയാളത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത, ഒരു ജസ്റ്റ് 30 സെക്കൻഡ് വീഡിയോ മലയാളത്തിൽ ചെയ്ത. അതിനാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ്, അത്രയും കാലം ഇംഗ്ലീഷ് പറഞ്ഞ വീഡിയോസിന് കിട്ടുന്നേക്കാളും കൂടുതൽ വ്യൂസ് എനിക്ക് അതിനാണ് കിട്ടിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് മലയാളത്തിൽ പറയാനും പറ്റും, മലയാളമാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതും എൻ്റെ മലയാളം കേൾക്കാൻ പറ്റുക. തിരിച്ചറിവ് മനസ്സിലായി നിങ്ങൾക്ക്? അതെ, അൺമ്യൂട്ട് ചെയ്യാം, ഞാൻ നിങ്ങളോട് സംസാരിക്കണേ. അപ്പോൾ നമ്പർ 1 നമുക്ക് ഉണ്ടാവണം. ഇനി ഞാൻ ചോദിക്കട്ടെ, 2-3 ചോദ്യമുണ്ട്. നമ്പർ 1, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ? ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത്? എനിക്ക് ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഫുട്ബോളിന്റെ കോച്ചിങ് കൊടുക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ ക്ലാസ് എടുക്കാൻ താല്പര്യമുണ്ട്, ഫുട്ബോൾ കോച്ചിങ് കൊടുക്കുന്ന വ്യക്തിയാണ്. ഇസ് ഇറ്റ് റൈറ്റ്? കൊടുക്കുന്ന വ്യക്തിയാണ് സ്കൂൾ കുട്ടികൾക്ക്, UP സ്കൂൾ. പക്ഷെ പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല. അത് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഫുട്ബോൾ ആദ്യം നല്ലോണം കളിക്കുന്ന വ്യക്തിയായിരുന്നു. അല്ല, അതല്ല ചോദ്യം. എന്റെ ചോദ്യത്തെ ഫോക്കസ് ചെയ്യാം. അത് നിങ്ങൾ സ്ട്രെങ്ത് ആയിട്ട് കരുതുന്നുണ്ടോ? ഓക്കെ. 2ാമത്തെ സ്ട്രെങ്ത് പറയും. 2ാമത്തെ സ്ട്രെങ്ത്, ഞാൻ ഒരു ബിസിനസ് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പോയിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു ബിസിനസ് അല്ല. ബാക്ക്ഗ്രൗണ്ട് വേറെ നോയ്സ് വരും, എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പ്ലീസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് കുറയ്ക്കണ്ട. പറഞ്ഞോളൂ. ബിസിനസ് വേറൊരു വ്യക്തിയില് ഞാൻ ഏറ്റെടുത്ത് നടത്തിയതായിരുന്നു. അദ്ദേഹം പിന്നെ ഒരു ലാഭത്തിലായാലും വാടകയൊക്കെ കൂടുതൽ വേണം എന്ന് പറഞ്ഞപ്പോ പിന്നെ നിർത്തേണ്ട ഒരാവശ്യം വന്നേരം ഒഴിവാക്കിയതാണ്. എന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഫോക്കസ് ഇല്ല. എന്റെ ക്വസ്റ്റ്യന് നിങ്ങളുടെ അടുത്ത സ്ട്രെങ്ത് എന്താന്ന് പറയും. ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാം. വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്? കമ്മ്യൂണിക്കേഷൻ ഒരു സ്ട്രെങ്ത് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ. 3ാമത്തെ പറയും. 3ാമത്തെ ലേണിംഗിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കാണുന്നുണ്ട്. 4ാമത്തെ പറയും. ലേൺ ചെയ്യാൻ. 4ാമത്തെ പറയും. 4ാമത്തെ മാനേജ്മെന്റിന്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. 5ാമത്തെ പറയാം. 5ാമത്തേത് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. ഒരു കാര്യം ചെയ്യാൻ നിങ്ങളിപ്പോൾ പറഞ്ഞ 5 കാര്യങ്ങൾ ലേണിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്, അതേപോലെ മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണ്, നിങ്ങൾ ടീച്ചിങ് ചെയ്യാൻ വ്യക്തിയാണ്, നിങ്ങൾ കോച്ചിങ് ചെയ്യാനുള്ള വ്യക്തിയാണ്. പിന്നെ ഈ ഒക്കെ സ്ട്രെങ്ത് അല്ല, ഈ സ്ട്രെങ്ത് ഒക്കെ കൂടെ ഒരുമിച്ച് കൂട്ടി നിങ്ങൾക്ക് എന്താവാൻ പറ്റും? ഈ സ്ട്രെങ്ത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും? ഇപ്പോൾ എനിക്ക് ഞാൻ പറയും എപ്പോഴും എൻ്റെ കണക്ഷൻ സ്കിൽസ് ഭയങ്കര സ്ട്രോങ് ആണ്. കണക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം വ്യക്തികൾ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ഒരു സെഷൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കഴിവുണ്ട്. അപ്പോൾ ആ കഴിവുകൊണ്ട് നിങ്ങൾക്ക് എന്താവാൻ പറ്റും? കഴിവുകൊണ്ട് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. അതെ, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യില്ല, നിങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നതോടൊപ്പം എന്തായാലും സമൂഹത്തിന് എന്തെങ്കിലും നൽകണം എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ. സമൂഹത്തിൽ എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം? നിങ്ങൾ ഈ കഴിവൊക്കെ വെച്ചിട്ട് എന്താണ് നിങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ തരാം, ഞാൻ വലുതാക്കി പറയാൻ ഞാൻ ഒരു എക്സാമ്പിൾ തരാം. ഇപ്പം ഞാൻ ചെയ്യുന്ന സമൂഹത്തിന് വല്ലതും ചെയ്യണമാണോ ഇപ്പം റൈറ്റ് നൗ? യെസ് ഓർ നോ?
കാരണം അതാ വെച്ചാൽ എനിക്ക് തോന്നി എനിക്ക് ഈ ഒരു കഴിവുള്ള കാരണം അത് സമൂഹത്തിന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കട്ടെ. അതേപോലെ ആ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഇവിടെ എൻ്റെ ഈ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ ആൻസർ ടു ദാറ്റ്? ഞാൻ എന്റെ ഇതിപ്പോ ഞാൻ കോച്ചിങ്ങിലാണ് ചെയ്യുന്നത് വെച്ചാല്, അപ്പോ നമ്മള് No. Listen. Go straight to the answer. Go straight. എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് സ്ട്രേറ്റ് പോകാം. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയും. എന്താണ് നല്ല കാര്യം? ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫിസിക്കലായിട്ട് സഹായിക്കാം, ടൈം കൊടുക്കാം. വാട്ട് ഇസ് ദറ്റ് വൺ തിങ്? ഫോക്കസ് കംപ്ലീറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫോക്കസ്. വാട്ട് ഇസ് ദറ്റ് വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു? ഞാൻ പഠിച്ചെടുക്കുന്ന ഒരു കഴിവ് എന്താണെങ്കിലും ഞാൻ മറ്റൊരാൾക്ക് പകർന്നു. No. What is that one thing? എന്ത് കഴിവാന്ന് പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. What is that one thing you can do? ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഞാനിപ്പോ ടീച്ചിങ് ആണെങ്കിൽ മറ്റൊരാൾക്ക് ഞാൻ അതിന്റെ ഒരു ടീച്ചിങ്. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ടീച്ച് ചെയ്യാൻ പറ്റുക? ഞാൻ ഫുട്ബോൾ ടീച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞാൻ നമ്മളെ സമൂഹത്തിലുള്ള കുട്ടികൾക്ക് അത് ഞാൻ അതിപ്പം ചെയ്യണ്ടോ നിങ്ങളത്? ഇപ്പൊ ഓൾറെഡി സ്കൂളിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അത് എങ്ങനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? അത് വേറെ 1-2 സ്കൂളുകളിൽ കൂടി ഞാൻ ചെയ്യും. ഓക്കെ, അത് ഏത് സ്കൂളിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്? അത് നമുക്ക് ഓൾറെഡി ഇപ്പോ ഞാനൊരു ഫ്രണ്ട് കൂടിയാണ്. ഇപ്പൊ ഓൾറെഡി 1-2 സ്കൂൾ കൂടി പെൻഡിങ്ങിലുണ്ട്. അവിടെയും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങൾ ചെയ്യാൻ പറ്റുക? നിങ്ങൾ വിചാരിക്കണ വേറെ, ചെയ്യണത് വേറെ. എന്നാ ചെയ്യാൻ പറ്റുക? നാളെ നെക്സ്റ്റ് വീക്ക് ഉള്ള ഹോളിഡേ ആയിരുന്നു. സ്കൂളുകളിലൊക്കെ അവധിയാണ്. ഓക്കെ, നെക്സ്റ്റ് വീക്ക് വെച്ചാൽ ഏതാ ഒരു ഇത് പറയാൻ പറ്റുമോ? ദിവസം പറയാൻ പറ്റുമോ? മൺഡേ പോയിട്ട് ഏത് സ്കൂളൊക്കെ കാണാം? മൺഡേ ഇവിടെ അടുത്തുള്ള കുട്ടമ്പൂർ സ്കൂളുണ്ട്. ആ സ്കൂളിൽ ഇന്നുവരെ പോയിട്ടില്ലല്ലോ? ഇന്നുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ കോച്ചിങ് തരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഫസ്റ്റ് അല്ലേ? മൺഡേ അപ്പം പോയി കാണുന്നുണ്ടെങ്കിൽ അവിടെ പ്രിൻസിപ്പളിനോട് കണക്ഷൻ ചെയ്യണ്ടേ? പ്രിൻസിപ്പൾ മാനേജ്മെന്റിനോട് നിങ്ങൾ കണക്ട് ചെയ്യണ്ടേ? ഓൾറെഡി എനിക്ക് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. ഓക്കെ, ഗ്രേറ്റ്. മൺഡേ നിങ്ങൾക്ക് എന്റെ നമ്പർ അറിയാമല്ലോ, മൊബൈൽ നമ്പർ ഉണ്ടല്ലോ നിങ്ങളടുത്ത്? എന്റെ മൊബൈൽ നമ്പറിൽ എത്ര മണിക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കും? പോയിന്ന് മെസ്സേജ് ചെയ്ത് വിജയിക്കണമെന്നല്ല, നിങ്ങൾ പോയി ആക്ഷൻ എടുത്തെന്ന് പറഞ്ഞിട്ട് എന്നാ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കും. എത്ര മണിക്ക് അയക്കും? മൺഡേ ഈവനിങ് ആയി. ഉറപ്പല്ലേ? 100%. താങ്ക് യു. ഹാപ്പി? ടേക്ക് ആക്ഷൻ. കഴിവുകൾ വെച്ചിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കണം. നല്ല മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, വിചാരിച്ചിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കാം. ഹാപ്പി വിത്ത് ദാറ്റ്? Oh, okay. Thank you very much.